morning. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജു. യാത്രയും ചെയ്യാം, ഭക്ഷണവും കഴിക്കാം. ഞാനിപ്പോ മൈസൂരാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2 വീഡിയോ ആയിട്ട് നമ്മൾ മൈസൂരിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ ഇന്നും മൈസൂരിൽ തന്നെയാണ്. മൈസൂരിൽ ഇന്നൊരു 2ാമത്തെ ദിവസം. ഇന്നലെ കൂടുതലും രാത്രി കാഴ്ചകളെ കാണാൻ പറ്റിയുള്ളൂ. മൈസൂർ പാലസ് കാണണമെന്നുണ്ട്, പിന്നെ 1-2 കാര്യങ്ങൾ കാണണമെന്നുണ്ട്. ഹനുമന്ത ഹോട്ടലിൽ പോകണമെന്നുണ്ട്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊ ആദ്യം. അപ്പൊ നമ്മൾ ആദ്യം പോകുന്ന ഹനുമന്ത ഹോട്ടൽ. അതിന് മുന്നേ ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് കണ്ടില്ലേ, പൊതുവെ ഇങ്ങനത്തെ ഷർട്ട്സ് ഞാൻ അധികം ഇടാറില്ല. ഇത് രവിയുടെ സെലക്ഷൻ ആണ്. കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണും, എന്നെക്കാളും നല്ല ഡ്രസ് സെൻസ് ഒക്കെ പുള്ളി തന്നെയാണ്. അപ്പൊ ഇത് ബനാന ഹട്ട് വഴി ഓർഡർ ചെയ്തൊരു ഷർട്ടാണ്, ഞാൻ കാണിക്കാം. നല്ല പ്രൊഡക്റ്റ് ആണ്. ആൻഡ് മോറോവർ അവരുടെ ഡെലിവറി വളരെ പെട്ടെന്നായിരുന്നു. 1.5 ദിവസം കൊണ്ട് തന്നെ ഡെലിവറി ചെയ്തു. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഷർട്ടാണ്. സോ ഇതിട്ടിട്ടാണ് ഇന്നത്തെ മൈസൂരിൽ കറക്കം. മൈസൂരിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോന്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മളൊരു വെറൈറ്റി സ്പോട്ടിൽ പോകുന്നുണ്ടെന്ന്. അവിടെ പോവാം, പക്ഷെ അവിടെ പോകുന്നതിന് മുന്നേ മൈസൂർ കംപ്ലീറ്റ്ലി കവർ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം അതിനുശേഷം റിട്ടേൺ മൈസൂർ വരണ്ട, അതൊന്ന് വേറെ വഴി നമുക്ക് നാട്ടിൽ പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിലേക്കൊക്കെ പോവാം. ഫസ്റ്റ് ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്ന് ജസ്റ്റ് 800 മീറ്റർ ആണ് ഹനുമന്ത ഹോട്ടലിലേക്ക് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. ചുമ്മാ നടക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് തട്ട ഇഡ്ഡലിയും അതുപോലെ മൈലാരി ദോശ സ്റ്റോറുകളും ഉണ്ട്. എന്നാലും പുലാവ് ഒരു രസമല്ലേ. ലാസ്റ്റ് ടൈം ബാംഗ്ലൂർ പോയപ്പോൾ ഒരു ആഗ്രഹം തോന്നി, ആ മുദ്ദ റാഗി ബോൾ ഉണ്ടല്ലോ ഒന്ന് കഴിക്കണമെന്ന്. പക്ഷെ നടന്നില്ല. ഇതാണ് മൈസൂരിലെ ഗവൺമെന്റ് മ്യൂസിയം. പക്ഷെ ക്ലോസ്ഡ് ആണ്, 10 മണിക്ക് തുറക്കുള്ളൂ. അപ്പോൾ രാവിലെ ഒരു നടന്നാവാന്ന് വിചാരിച്ചു. ഇവിടെ മൈസൂർ സിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ മറ്റേ വേസ്റ്റ് കാര്യങ്ങളൊന്നും വഴിയിലില്ല. അപ്പോൾ അതൊക്കെ അടിപൊളിയാണ്. ആൻഡ് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ബാംഗ്ലൂരൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. കടകളൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നേ ഉള്ളൂ. നല്ല ഫ്രഷ് ക്ലൈമറ്റ്. പോണ വഴി ഒരു കാര്യം ഓർത്താൽ, ഞാൻ രാവിലത്തെ ചായ കുടിക്കാൻ മറന്നിരിക്കണു. അതെങ്ങനെ പറക്കണ പതിവില്ലല്ലോ. എന്തായാലും ഈ മുംബൈ ചാറ്റ് ആൻഡ് സ്നാക്സ് കയറിയിട്ടേ ചായ അല്ല, ഒരു കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു വെറൈറ്റി ആവട്ടെ. നമ്മുടെ കാപ്പി എത്തിയിട്ടുണ്ട്. ഒരു ഊള കോഫി. ഇപ്പോൾ എന്തായാലും മൈസൂരിലെ തെരുവുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, റൈറ്റും ലെഫ്റ്റും ഒക്കെ ആയിട്ട്. ഗൂഗിൾ മാപ്പ് ഇതാ ഇവിടെ എത്തിയപ്പോൾ 20 മീറ്റർ കാണിക്കുന്നുണ്ട്. ഉള്ളിലേക്കൊരു വഴിയും പോകുന്നുണ്ട്. ഇനി ഇതാണോ ഹോട്ടൽ ഹനുമന്തു ഒറിജിനൽ? ഫ്രണ്ട്സ്, നമ്മൾ ഫൈനലി ഹനുമന്തു ഹോട്ടലിന് മുന്നിലെത്തി. ഒറിജിനൽ ഹനുമന്തു. അതായത് ഇവിടെ ഇവരുടെ തന്നെ പേരിൽ വേറെയും പല ഹനുമന്തു ഹോട്ടൽ നമ്മൾ വരുന്ന വഴി തന്നെ കണ്ടു. കൺഫ്യൂസ് ആവും. അതുകൊണ്ടാണ് അവർ ഒറിജിനൽ എന്നിട്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് ഏതാണ്ട് 94 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. 1930 ആരംഭിച്ചതാണ്. ബാക്കിൽ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമുക്ക് പോവാം. കഴിക്കാൻ കിട്ടാന്നറിയില്ല, പോയി നോക്കാം. ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ കണ്ടത് ഒറിജിനൽ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റാ. ഇതാണ് ഒറിജിനൽ. നേരത്തെ കയറിയ ഹോട്ടലിൽ കയറി ഓർഡർ ചെയ്യാൻ പോയതാ. ആളും തിരക്കൊന്നും കാണാതായപ്പോൾ എനിക്കൊരു സംശയം തോന്നി. അതുകൊണ്ട് വേഗം ഇറങ്ങി. ഇവിടെ ചെന്നപ്പോൾ കാര്യം മനസ്സിലായി കേട്ടോ. കാരണം ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസൊക്കെ നമുക്കിവിടെ കാണാനുണ്ട്. കന്നഡയുടെ പഴയ സൂപ്പർ സ്റ്റാർ ശ്രീ വിഷ്ണുവർദ്ധൻ, അതോടൊപ്പം തന്നെ ശ്രീ രാജ്കുമാർ, ശ്രീ അംബരീഷ് എന്നിവരുടെ ഉണ്ട്. കർണാടകയുടെ ഇപ്പോഴത്തെ CM ശ്രീ സിദ്ധരാമയ്യയുടെ ഫോട്ടോ ഉണ്ട്. പ്രശസ്ത സൗത്ത് ഇന്ത്യൻ ഫുഡ് ബ്ലോഗർ ശ്രീ കൃപാൽ അമ്മാനയുടെ ഫോട്ടോ ഉണ്ട്. NDTVയുടെ ഉണ്ട്. മലയാളത്തിൽ നിന്ന് കൈരളി TVയുടെ ഉണ്ട്. പിന്നെ പൊളിറ്റീഷ്യൻ നിഖിൽ കുമാരസ്വാമിയുടെ. കൺഫ്യൂസ് ആയി. ഞാൻ അവിടെ ഒരു കടയിൽ പോയി, അതല്ല ഒറിജിനൽ. അവിടെ ഒറിജിനൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് മനസ്സിലായി അതല്ലാന്ന്. കാരണം ആ കടയുടെ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ അതല്ലാന്ന് തോന്നി. അപ്പോൾ എന്തായാലും അവിടുന്ന് വേഗം ഇറങ്ങി. അവർ ബിരിയാണി എടുക്കാൻ പോയതാണ്, അപ്പോഴേക്കും ഇറങ്ങി. ഇതാണ് ഒറിജിനൽ. കുറച്ചും കൂടി മുന്നേ വരണം. ഗൂഗിൾ മാപ്പ് ചതിക്കൂല. ഗൂഗിൾ മാപ്പ് കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിച്ച് നമ്മളെ. അപ്പോൾ ഇവിടുത്തെ ഫേമസ് എന്ന് പറയുന്നത് മട്ടൻ പുലാവാണ്, ബിരിയാണി അല്ല. അപ്പോൾ അത് ഓർഡർ ചെയ്യാം. രാവിലെ തന്നെ പുലാവ് കഴിക്കുന്നത് എന്താണെന്ന് തോന്നണ്ട. നമ്മൾ ഈ ബാംഗ്ലൂരും ചെന്നൈയിലൊക്കെ രാവിലെ 4 മണിക്ക് തന്നെ ആളുകൾ പുലാവും ഒക്കെ കഴിക്കും. അപ്പോൾ നമുക്ക് 9 മണിക്ക് കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഇഡ്ഡലി ദോശ ഓർഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു മട്ടൻ പുലാവ് കഴിക്കാം. കഴിഞ്ഞ 94 വർഷങ്ങളായിട്ട് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഒരു അടുക്കളയിൽ പോയിട്ട് ചെമ്പ് പൊട്ടിങ്ങിപ്പം തന്നെ ഷൂട്ട് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പം ഇതാണ് മട്ടൻ പുലാവിൻ്റെ ചെമ്പ്. തേക്കിൻ്റെ ഇലയാണ് തോന്നുന്നു, അതിലാണ് അവർ സെർവ് ചെയ്യുക.
ಎಷ್ಟು ಗಂಟೆಗೆ ಓಪನ್ ಆಗುತ್ತೆ ಸರ್? ಬೆಳಿಗ್ಗೆ ಮಾರ್ನಿಂಗ್ 7:30 ಇಂದ 9:30 ನೈಟ್ 7:30 to 9:30. അങ്ങനെ ഒരുപാട് കാത്തിരുന്ന ഒരു ഐറ്റം ഹനുമന്തോ പുലാവ് എൻ്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട്. മട്ടൺ പീസുകൾ, 2 ഗ്രേവി ഉണ്ട്. എൻ്റെ മുറി കന്നഡ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനം. 1930 ശ്രീമാൻ ഹനുമന്തു അദ്ദേഹമാണ് ഈ ഹോട്ടൽ ആരംഭിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് ഹോട്ടലിനും കൊടുത്തത്. 1950 അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീ ഗോപാൽ ഹനുമന്തു ഇത് ഏറ്റെടുത്ത് നടത്തി. ഇപ്പോൾ അവരുടെ 3ാം ജനറേഷനിലെ മിസ്റ്റർ വിജയകുമാർ അദ്ദേഹമാണ് ഈ ഒരു ഹോട്ടലിന് നടത്തുന്നത്. കംപ്ലീറ്റ്ലി നോൺ വെജാണ്. അങ്ങനെ വെജ് പ്രതീക്ഷിച്ച് ആരും പോകണ്ട. പിന്നെ വയറ് നല്ലോണം വാടകയ്ക്ക് എടുത്ത് പൊക്കോളൂട്ടാ. ഫുഡ് അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല സോഫ്റ്റ് മട്ടൺ. അതല്ല, ഇതിനിടയിൽ ഈ ചേട്ടൻ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് എക്സ്ട്രാ റൈസ് വേണമെന്ന്. ഇത് തന്നെ ഞാൻ കഴിച്ച് തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും അവരുടെ ആതിഥ്യ മര്യാദ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഹനുമന്തൂരിലെ പുലാവ്, മട്ടൻ പുലാവ് കഴിച്ച് ഇപ്പോൾ ഒരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ക്വാണ്ടിറ്റിയാണ്. ഞാൻ ഫുള്ള് പറഞ്ഞത് അപ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു. ഫുള്ള് പറഞ്ഞ് എനിക്ക് മുഴുവൻ കഴിക്കാൻ പറ്റിയില്ല. എനിക്ക് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ കുറച്ച് ആദ്യം തന്നെ മാറ്റി വെച്ചു. എന്നിട്ട് അവിടെ അടുത്തുള്ളൊരു ചേട്ടന് കൊടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല ഒരു സർവീസ് ആയിരുന്നു. അവിടെ നമുക്ക് അകത്ത് കയറിയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. ഇവർക്ക് മൺഡേ ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ മൺഡേ ഒഴികെയുള്ള ബാക്കി ദിവസങ്ങളിൽ പോകാൻ ശ്രമിക്കാം. ആൻഡ് ഇവര് നമുക്ക് കൺഫ്യൂസ് ആവും, കാരണം ഒരുപാട് ഹനുമന്ത് ഹോട്ടൽസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒറിജിനലിന്റെ ലൊക്കേഷൻ മാപ്പ് ഈ ലൊക്കേഷന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഫുൾ പുലാവിന്, മട്ടൻ പുലാവിന് 280 rupees, ഹാഫ് ആണെങ്കിൽ 230 എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സാൻഡ് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ്. മൈസൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് സാൻഡ് മ്യൂസിയം. ഇതിന് മുമ്പ് മൈസൂർ വിസിറ്റുകളിൽ പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത്തവണ ഞാൻ കൂടുതലും പോവാത്ത സ്ഥലങ്ങളിലാണ് പോകുന്നത്. അതായത് നമ്മുടെ വൃന്ദാവൻ ഗാർഡൻസോ അതുപോലെ തന്നെ ഈ പറയുന്ന ചാമുണ്ഡി ഹിൽസ്, ഇതൊക്കെ സ്ഥിരമായി പോകുന്നതാണ്. അതുകൊണ്ടാണ് തവണ അങ്ങോട്ടൊന്നും പോവാത്ത സ്ഥലങ്ങളിലേക്ക് പോകാം. സാൻഡ് മ്യൂസിയം, മണലിൽ തീർത്ത മനോഹരമായ ശില്പങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോൾ കർണാടകയിൽ എവിടെ പോയാലും, ബാംഗ്ലൂരോ എവിടെ പോയാലും എല്ലാ ഹോട്ടലുകളിലും അല്ലെങ്കിൽ സ്ട്രീറ്റുകളിലും ഞാൻ ഈ അടുത്ത കാലത്ത് ഫോട്ടോയൊക്കെ തന്നെ ശ്രീ രാജ്കുമാറിന്റെ ഫോട്ടോസും ഒക്കെ അവിടെ കാണാനുണ്ട്. ഒരു സിനിമ ആക്ടർ എന്നതിലുപരി വളരെ നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് അത്രയും ആളുകൾ അത്രയും ഇഷ്ടപ്പെടുന്നത്. എനിക്ക് തോന്നുന്നില്ല വെറും ഒരു സിനിമ ആക്ടർ മാത്രമായിരുന്നെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടിട്ട് ഇപ്പോൾ 2 വർഷത്തിന് മേലെയായി. ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് അത്രയധികം വലിയൊരു സ്ഥാനമുണ്ട്. ഞാനങ്ങനെ ഇപ്പോൾ ഇവിടെ മൈസൂരിലുള്ള സാൻഡ് സ്കൾപ്ചർ മ്യൂസിയത്തിന് മുന്നിലാണ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാമുണ്ഡി ഹിൽസ് റോഡിലാണ് ഇതുള്ളത്. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് തന്നെ യൂട്യൂബിൽ ഞാൻ കണ്ടു. സോ എന്തായാലും ഇതൊന്ന് കാണണം എന്ന് വിചാരിച്ചത്. ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ തന്നെ വളരെ ഇംപ്രസ്ഡ് ആയി. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. 60 രൂപയാണ് നമുക്ക് അകത്തേക്കുള്ള എൻട്രി ടിക്കറ്റ് ഫീസ്. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് കയറി ആദ്യം കാണുന്ന ശില്പം എന്ന് പറയുന്നത് ഗണപതി ഭഗവാൻ വിഘ്നേശ്വരൻ, അദ്ദേഹം മോദകമൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു ശില്പമാണ്. മൈസൂർ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഉത്സവമാണ് മൈസൂർ ദസറ.
നവരാത്രി, ആ സമയത്തുള്ള ഉത്സവങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് ഈ ഒരു സാൻഡ് സ്കൾപ്ചറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജാക്കന്മാരും ആനയും പടയാളികളും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ശില്പം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സാൻഡ് സ്കൾപ്ചർ മ്യൂസിയമാണ് മൈസൂരിലെ ഈ മ്യൂസിയം. നിലവിൽ 34-കാരിയായ കർണാടക സ്വദേശിനി ശ്രീമതി ഗൗരി MS ആണ് ഈ ഒരു സാൻഡ് സ്കൾപ്ചർ മ്യൂസിയത്തിന് പുറകിൽ. 2014 ഇത് ആരംഭിച്ചത്. ഓരോ ശില്പങ്ങളിലുള്ള പെർഫെക്ഷൻ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈനൽ സ്ലോഗൻ ഓഫ് ദിസ് സാൻഡ് സ്കൾപ്ചർ മ്യൂസിയം: സേവ് സാൻഡ് ആൻഡ് സേവ് റിവർ. വെറും 5 മാസങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രാരംഭഘട്ടം പൂർത്തിയായത് എന്ന് പറയുന്നത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഇദ്ദേഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന് പുറകിലുള്ള ആൾ, ശ്രീമതി ഗൗരി. ഈ സാൻഡ് മ്യൂസിയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ന്യൂസ് പേപ്പേഴ്സിൽ വന്നതിൻ്റെ ഒരു കൊളേഷാണ് ഇവിടെ കാണുന്നത്. നമുക്ക് അടിപൊളിയായില്ലേ? ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. നല്ല കാഴ്ചകള്. ഒരു 60 രൂപ ടിക്കറ്റില് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണലിന്റെ ഒരു മായാ ലോകത്തേക്ക് തന്നെ കൊണ്ടുപോയി. MN ഗൗരി എന്ന് പറയുന്ന ഒരു ഗ്രാജുവേറ്റ് ആണ്. MFA മാസ്റ്റേഴ്സ് ഇൻ ഫൈൻ ആർട്സിൽ ഗ്രാജുവേഷൻ എടുത്തിട്ടുള്ള ഒരു ഗ്രാജുവേറ്റ് ആണ്. ഇതിന് പുറകിൽ ഏതാണ്ട് 6 മാസത്തെ കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് 2014 ഇത് ആരംഭിച്ചത്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് സാൻഡ് സ്കൾപ്ചർ മ്യൂസിയം ആണ് മൈസൂരിലുള്ള ഈ ഒരു മ്യൂസിയം. ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണെന്ന് തന്നെ ഞാൻ പറയാം. ആൻഡ് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. കാരണം മൈസൂർ എന്ന് പറയുമ്പോൾ ഇത് പൊതുവെ ആരും അങ്ങനെ അധികം വ്ളോഗുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മൈസൂർ വിസിറ്റ് ചെയ്യുമ്പോൾ ഇതൊന്ന് കാണുക. 60 രൂപ ടിക്കറ്റിൽ ഒരു അടിപൊളി കാഴ്ച, ഒരു അരമണിക്കൂറൊക്കെ കാണാനുള്ളതുണ്ട്. ഇത് ഉള്ള ലൊക്കേഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്കൗട്ട് ചെയ്യാം. സോ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളൂ. നമ്മൾ മൈസൂരിലുള്ള ഹനുമന്ത് പുലാവ്, അതുപോലെ തന്നെ സാൻഡ് സ്കൾപ്ചർ മ്യൂസിയം, ഈ 2 കാഴ്ചകളുമായിട്ടുള്ള ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക്, കമന്റ്, ഷെയറിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ. സൈനിങ് ഓഫ് ഫ്രം അർജുൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.